സ്നേഹിതരെ, കാലാകാലങ്ങളിൽ അനവധി തലമുറകൾക്ക് പ്രചോദനം ഏകിയ സൂക്തങ്ങളാണ് സദൃശവാക്യങ്ങൾ. സദൃശവാക്യങ്ങളുടെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഈ വാക്യങ്ങളുടെ അവഗാഹമായ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ശ്രമിക്കുകയാണല്ലോ. എത്രയൊക്കെ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അതിലും എത്രയോ ആഴങ്ങളിലാണ് ഈ സദൃശവാക്യങ്ങളുടെ അർത്ഥവ്യാപ്തി എന്നത് നമ്മുടെ പഠനത്തിന് എന്നും പ്രചോദനമേകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനായി സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അല്പബുദ്ധികൾ ഭോഷത്വം അവകാശമാക്കിക്കൊള്ളും, സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു. സദൃശവാക്യത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ജ്ഞാനി തലമുറകൾക്ക് പകർന്നു നൽകുവാൻ ശ്രമിക്കുന്ന സന്ദേശം ഭൂമിയിൽ 2 തരത്തിൽ ജീവിക്കുവാൻ നമുക്കാകും. ഒന്ന് സൂക്ഷ്മബുദ്ധിയോടുകൂടി, മറുവശത്ത് അല്പബുദ്ധികളായി. ഇവ തമ്മിലുള്ള താരതമ്യ പഠനം തന്നെ സദൃശവാക്യത്തിലെ ശ്രദ്ധേയമായ പഠനമാണ്. ജ്ഞാനത്തിൻ്റെ മറുവശത്ത് നിൽക്കുന്ന ഭോഷത്വത്തെക്കുറിച്ച്, ബുദ്ധിശൂന്യതയെക്കുറിച്ച് നിരവധി വട്ടം ജ്ഞാനി ഓർമ്മപ്പെടുത്തുകയാണ്. ഭോഷത്വത്തിലേക്ക്, ബുദ്ധിശൂന്യതയിലേക്ക് മനുഷ്യർ നടന്നു പോകരുത് എന്ന അഭിവാഞ്ചയോടുകൂടി പറയുന്ന കാര്യങ്ങൾ. പരിജ്ഞാനം അണിയുന്ന കിരീടം എന്ന് രേഖപ്പെടുത്തുമ്പോൾ എന്താണ് ഈ പരിജ്ഞാനം? ആ പരിജ്ഞാനത്തിൻ്റെ ആഴം എന്താണ്? വിവേകത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നാം ശ്രദ്ധിക്കണം. ഞാനീ പറഞ്ഞ ഇതേ ആശയം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു വീട് പണിയുവാൻ ശ്രമിച്ചൊരു മനുഷ്യൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി നമ്മോട് പറയുന്നത്. വീട് പണിയേണ്ട സമയത്ത് അവൻ്റെ മുന്നിൽ എവിടെ വീട് പണിയണം എന്നുള്ളതിൻ്റെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ബുദ്ധിമാൻ പാറമേൽ വീട് പണിതു. കൊടുങ്കാറ്റടിച്ചു, തിരമാലകളടിച്ചു, വെള്ളം പൊങ്ങി. എന്നാൽ പാറമേൽ അടിസ്ഥാനപ്പെട്ടിരുന്ന വീട് വീണുപോയില്ല. ബുദ്ധിശൂന്യനോ അവൻ മണലിന്മേൽ വീട് പണിതു, അടിസ്ഥാനമില്ലാതെ വീട് പണിതു. വൻകാറ്റടിച്ചു, പേമാരി പെയ്തു, തിരമാലകൾ വന്നു. ഈ പാറമേൽ വെച്ചിരുന്ന വീടിന് വിപരീതമായി മണലിൽ വെച്ചിരുന്ന വീട് അടിസ്ഥാനം ഇല്ലായകയാൽ ഉടഞ്ഞുപോയി, വീണുപോയി, ഒഴുകിപ്പോയി. കർത്താവ് പറയുന്നത് തന്നെയാണ്, ബുദ്ധിയോടുകൂടി ജീവിപ്പിൻ, ബുദ്ധിശൂന്യരാകാതിരിപ്പിൻ. ജ്ഞാനി അതേ കാര്യം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. ഭോഷത്വത്തെ ഒഴിവാക്കുവിൻ, അല്പബുദ്ധികൾ ആകാതിരിപ്പിൻ, പരിജ്ഞാനത്തെ ധരിപ്പിൻ, സൂക്ഷ്മബുദ്ധിയുള്ളവർ ആയിരിപ്പിൻ. നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഭോഷത്വം കടന്നു വരിക? എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി ഭോഷത്വത്തെ ചൂണ്ടിക്കാട്ടുവാൻ ആവുക? ചില ആളുകൾ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതെ ജീവിക്കുന്നത് നാം കാണാറുണ്ട്. അത് ശാരീരിക ആരോഗ്യമാകട്ടെ, മാനസിക ആരോഗ്യമാകട്ടെ, വൈകാരിക ആരോഗ്യമാകട്ടെ, സാമൂഹിക ആരോഗ്യമാകട്ടെ, സ്വന്തം ആരോഗ്യത്തെ അവഗണിക്കുന്ന ഭോഷത്വം. അവിടെ നിന്ന് ആരംഭിച്ച് പ്രായോഗിക തലത്തിൽ ഇതെവിടെയൊക്കെ നമുക്ക് കാണുവാനാകുന്നു എന്ന് ചോദിക്കുന്നത് ഉചിതമാകും. ഭോഷത്വം പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ബന്ധങ്ങളുടെ പരിപോഷണത്തെ അവഗണിക്കുന്നതിലാണ്. ബന്ധങ്ങളെല്ലാം പരിപോഷിപ്പിക്കേണ്ടതാണ്. കർഷകന്റെ കരത്തിലെ വിത്ത് പോലെ മാത്രമാണ് ബന്ധങ്ങൾ.
നാം എവിടെ നടുന്നു, എങ്ങനെ നടുന്നു, ഏത് തരത്തിലുള്ള മണ്ണിൽ നടുന്നു, എങ്ങനെ അതിനെ പരിപോഷിപ്പിക്കുന്നു, വളർത്തുമാറാക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. എല്ലാ ബന്ധങ്ങളിലും വിവേകത്തോടുകൂടി, സൂക്ഷ്മബുദ്ധിയോടുകൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ആ ബന്ധങ്ങൾ പുഷ്ടിപ്പെടുത്തുന്നതിനായി, ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനായി. അതൊരു പക്ഷേ ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയമാകാം, പരസ്പരം പറയുന്ന നല്ല വാക്കുകളാകാം, സ്നേഹത്തിൻ്റെ വാക്കുകളാകാം, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളാകാം, അതൊരു പക്ഷേ സ്പർശമാകാം, അതൊരു പക്ഷേ ആശ്ലേഷമാകാം. അതിലൊക്കെ ഉപരിയായി ബന്ധങ്ങളുടെ പരിപോഷണത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയ്ക്ക് നാം പല ആവർത്തി നൽകിയ പരിവേഷങ്ങളാകാം. എന്നാൽ സൂക്ഷ്മബുദ്ധിയോടുകൂടി ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് പകരം അല്പബുദ്ധികൾ ബന്ധങ്ങളെ തച്ചുടയ്ക്കുന്നത് എത്രമാത്രം നമുക്ക് ചുറ്റും കാണുവാനായിട്ട് കഴിയുന്നു. ഒരാൾ മാത്രം വിചാരിച്ചാൽ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുവാൻ നമുക്കാവില്ല. സൂക്ഷ്മബുദ്ധിയോടുകൂടി രൂപപ്പെടുത്തേണ്ടതാണ് മനോഹരമായ ബന്ധങ്ങൾ. അതുപോലെ തന്നെയാണ് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധി എത്രയും വേഗം തരണം ചെയ്യണം എന്നുള്ള അഭിവാഞ്ച. ശരിയായ സമയത്തെ ഒരു തുന്നൽ വിള്ളലുകൾ വലുതാകാതെ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ ആ ചെറിയ മുറിവുകളെ, കീറലുകളെ, ചെറിയ തീപ്പൊരികളെ അവഗണിക്കുന്നതാണ് പലപ്പോഴും അല്പബുദ്ധിയുടെ ലക്ഷണം. അല്പബുദ്ധിയുടെ മറ്റൊരു ലക്ഷണം, ഭോഷത്വത്തിൻ്റെ മറ്റൊരു ലക്ഷണം, ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നത്തേക്ക് മാറ്റിവെക്കുക, നാളത്തേക്ക് മാറ്റിവെക്കുക, മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. ഈ മാറ്റിവെക്കൽ ഇന്ന് നാം ചെയ്യേണ്ടുന്ന അനിവാര്യമായ കാര്യങ്ങളെ, പ്രാധാന്യമേറിയ കാര്യങ്ങളെ ചെയ്യാതെയാക്കുന്നു. അതിൻ്റെ പരിണിത ഫലം പലപ്പോഴും വാക്കുകൾ കൊണ്ട് തന്നെ വർണ്ണിക്കുവാൻ കഴിയാതെ വണ്ണം ആഴമേറിയതായിരിക്കും. ഭോഷത്വത്തിൻ്റെ മറ്റൊരു തലമാണ് അവസരങ്ങൾ തച്ചുടയ്ക്കുന്ന അനുഭവം. വാതിലുകൾ അനവധി തുറന്നാലും ആ തുറക്കപ്പെട്ട വാതിലുകളെ അവഗണിക്കുന്ന ചിത്രം നമുക്ക് പരിചിതമാണ്. പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ടായി. അല്പബുദ്ധി ശ്രദ്ധിച്ചില്ല. അവൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. മഴ വീണു തുടങ്ങി. ദേശത്തെ അധികാരികൾ വന്ന് പറഞ്ഞു, ഇവിടെ താമസിക്കുന്നത് അപകടമാണ്, വേഗം മാറിപ്പോകണം. അവൻ അവഗണിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. വെള്ളം പൊങ്ങി പൊങ്ങി വന്നു. അത് മുട്ടോളമെത്തി, അരയോളമെത്തി, കഴുത്തോളമെത്തി. രക്ഷപ്പെടുവാൻ മാർഗം വളരെ വിരളം. ഒരു തോണി തുഴഞ്ഞുകൊണ്ടൊരാൾ എത്തുകയാണ്. വേഗം കയറിക്കൊള്ളൂ. കയറുവാൻ അവൻ വിസമ്മതിച്ചു. പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എങ്ങനെയോ നീന്തി അരികിലുള്ള തെങ്ങിൻ്റെ മുകളിൽ കയറി. തെങ്ങിൻ്റെ മുകളിൽ അവൻ ഇരിക്കുന്നത് കണ്ട് ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ അരികിലെത്തി. കയറിട്ട് കൊടുത്തു. രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അവൻ അതിനും ശ്രമിച്ചില്ല. ദൈവം എന്തുകൊണ്ട് തന്നെ രക്ഷിച്ചില്ല എന്ന് ദൈവത്തോട് കയർത്ത് അവൻ പരാതി പറഞ്ഞതായിട്ടാണ് കഥ. പരാതി പറയുമ്പോൾ ദൈവം പറഞ്ഞു, രക്ഷപ്പെടാൻ എത്രയെത്ര അവസരത്തിൻ്റെ വാതിലുകൾ ഞാൻ നിന്റെ മുമ്പാകെ തുറന്നു. മഴ വരും മുമ്പ് തന്നെ മഴ മുന്നറിയിപ്പ് നിനക്ക് ലഭിച്ചു. മഴ വീണ് തുടങ്ങിയപ്പോൾ പ്രളയമുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നിനക്ക് ലഭിച്ചു. മാറി താമസിക്കാൻ നിന്നോട് പറഞ്ഞു. വെള്ളം പൊങ്ങിത്തുടങ്ങിയപ്പോൾ ഞാനൊരു നൗകയെ നിന്റെ അടുക്കൽ അയച്ചു. രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. നീ ഒടുവിൽ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നപ്പോൾ അവിടെയും രക്ഷപ്പെടുവാൻ കയർ നിന്റെ മുന്നിലെത്തി. രക്ഷപ്പെടുവാനുള്ള അവസരങ്ങൾ അനുമതി ലഭിച്ചിട്ടും രക്ഷപ്പെടുവാൻ വിസമ്മതിക്കുന്നത് എന്താണ്? ഈ മൗഢ്യത്തിന് നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയുന്ന അനുഭവമല്ല. ഭോഷത്വത്തെ
മറ്റൊരു തരത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ അത് പഴിചാരലിലൂടെ വെളിപ്പെടുന്നൊരു യാഥാർത്ഥ്യമാണ്. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ മറ്റുള്ളവരിൽ കുറ്റം ചാർത്തുന്ന, മറ്റുള്ളവരിൽ കുറ്റം കാണുന്ന അവസ്ഥ. നല്ല നേതൃത്വത്തെക്കുറിച്ച് നാം കേട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. കൂടെ പ്രവർത്തിക്കുന്നവർ അവരോടുകൂടി ജോലി ചെയ്യുവാനായി ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അബ്ദുൽ കലാം തൻ്റെ ഗുരുനാഥനെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനായിട്ട് കാരണം തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവുന്ന വിജയങ്ങൾ, നേട്ടങ്ങൾ, അതിൻ്റെ എല്ലാ പ്രശസ്തിയും അദ്ദേഹം അവർക്ക് തന്നെ കൊടുത്തു. അവർ ആ പ്രശസ്തിയിൽ ആഹ്ലാദിച്ചു. എന്നാൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോഴോ, കുറവുകൾ ഉണ്ടാകുമ്പോഴോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ അദ്ദേഹം ഒരിക്കലും പഴിചാരിയില്ല. ആ കുഴപ്പങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം അദ്ദേഹം സ്വയം ഏറ്റെടുത്തു. അതാണ് അദ്ദേഹത്തെ വിശ്വപ്രസിദ്ധനായ ഒരു ഭൗമശാസ്ത്രജ്ഞനാക്കി മാറ്റിയത്, ബഹിരാകാശ വിദഗ്ധനായി മാറ്റിയത്. ഈ മൗഢ്യത്തിൻ്റെ, ഈ ഭോഷത്വത്തിൻ്റെ മറ്റൊരു ജീവിക്കുന്ന ഉദാഹരണമാണ് വളരെ സങ്കുചിത മനസ്സോടുകൂടി ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ. താൻ മാത്രമാണ് ശരി എന്ന് കരുതുന്നവർ, അറിവിൻ്റെ സീമകളെ സ്വയം പരിമിതപ്പെടുത്തുകയും അതിനുള്ളിലുള്ളതല്ലാത്തതൊന്നും സത്യമല്ല എന്ന് കരുതുകയും ചെയ്യുന്നവർ. മൗലികവാദത്തിൽ വരെ എത്തി നിൽക്കുന്ന ഈ യാഥാർത്ഥ്യം എന്തുമാത്രം മൗഢ്യമാണ് എന്ന് നമുക്കറിയാം, ഭോഷത്വമാണ് എന്ന് നമുക്കറിയാം. അല്പബുദ്ധികളുടെ ഭോഷത്വത്തെ തിരിച്ചറിയുവാൻ കഴിയുന്ന മറ്റൊരു ഉദാഹരണമാണ് വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ ആ വെല്ലുവിളികളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. ചിലർ ആ വെല്ലുവിളികളെ ഒഴിവാക്കി പോകുവാനായിട്ട് ശ്രമിക്കുന്നു. ചിലർ ആ വെല്ലുവിളികളെ പഴിചാരി പിന്മാറുന്നു. ചിലർ വെല്ലുവിളികളിൽ നിന്ന് ഒളിച്ചോടുന്നു. മറ്റു ചിലരാകട്ടെ വെല്ലുവിളികളെ നേരിടുന്നു. ഈ അല്പബുദ്ധിയുടെ ഭോഷത്വം വെല്ലുവിളികളുടെ മുന്നിൽ പതറിപ്പോകുന്ന ഭോഷത്വമാണ്. അനേകം ജീവിതങ്ങളിൽ തകർച്ച ഉണ്ടാകുവാനായിട്ടുള്ള കാരണം സാമ്പത്തിക അച്ചടക്ക രാഹിത്യമാണ്. ചിലപ്പോഴെങ്കിലും കടം വാങ്ങേണ്ടി വരിക മനുഷ്യ സഹജമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്രതീക്ഷിതമായി വന്നുപോകുന്ന ചിലവുകൾ നമ്മെ ഒരുപക്ഷെ അതിന് പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ ഇവിടെ നാം കാണുന്ന ഒരു യാഥാർത്ഥ്യം, വരവിൽ കവിഞ്ഞ് ചിലവ് ജീവിതത്തിൻ്റെ ചിട്ടയാകുമ്പോൾ, ചെലവുകൾ നിയന്ത്രിക്കാതെയാകുമ്പോൾ ഭോഷത്വം, അല്പബുദ്ധി ഭോഷത്വം അവകാശമാക്കുന്നു എന്ന് ജ്ഞാനി പറയുന്നതിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്കാണ് നാം ശ്രദ്ധ തിരിക്കുന്നത്. നന്മ ചെയ്യുവാൻ ഒരുപാട് അവസരങ്ങൾ തങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടും അല്പബുദ്ധി ആ അവസരങ്ങളെ ഒഴിവാക്കുന്നതായി നമുക്കറിയാം. അപകടമാണ് എന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും അപകടങ്ങളിലേക്ക് സ്വയം നടന്നു ചെല്ലുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്കറിയാം. അമിതമായ ആവേശവും അമിതമായ പ്രതിബദ്ധതയും ചിലരുടെയെങ്കിലും ജീവിതത്തിലെ പ്രയാസങ്ങളാണ്. ഉപദേശങ്ങൾ ലഭിക്കുമ്പോൾ ആ ഉപദേശങ്ങളെ അവഗണിക്കുകയും ജ്ഞാനവും അനുഭവ സമ്പത്തുമുള്ളവർ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കുവാൻ വിസമ്മതിക്കുകയും അവരുടെ അമൂല്യമായ ഉൾക്കാഴ്ചകളും ഉപദേശങ്ങളും ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഈ മൗഢ്യത്തിൻ്റെ, ഭോഷത്വത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. ആത്മപ്രേരണയാൽ പ്രവർത്തിക്കുന്നതിന് പകരം പരപ്രേരണയാൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ ക്ഷിപ്രകോപികളും തിടുക്കത്തിൽ തീരുമാനമെടുക്കുന്നവരുമാണ്. സമയനിഷ്ഠ പാലിക്കാത്തവരും സമയം കൈകാര്യം ചെയ്യുന്നതിൽ അവധാനത കാട്ടുന്നവരുമാണ്. അവരിൻ്റെ കണ്ണുനീർ കണ്ടിട്ടും കാണാതിരിക്കുന്നവരാണ്. ഈ അല്പബുദ്ധി ആരാണ്?
അങ്ങ് അകലെയുള്ള ആരെയോ ഒക്കെ വിരൽ ചൂണ്ടുകയാണോ നാം? മറ്റുള്ളവരുടെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണോ? പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഭോഷത്വം വെളിപ്പെടുന്നുവെങ്കിൽ, അല്പബുദ്ധിയുടെ സ്വഭാവം വെളിപ്പെടുന്നുവെങ്കിൽ, അത് നാം അവകാശമാക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം എന്ന ജ്ഞാനിയുടെ ഈ ഉപദേശം നാം അവഗണിക്കുന്നത് കൊണ്ടാണ്. സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മൂലഭാഷ മനസ്സിലാക്കി വിവർത്തനം ചെയ്യുവാൻ നാം ശ്രമിച്ചാൽ, വിവേകി ജ്ഞാനത്തെ കിരീടമായി അണിയുന്നു എന്നാണ് വിവക്ഷ ചെയ്തിരിക്കുന്നത്. ജ്ഞാനം വിവേകികളെ രാജാക്കന്മാരെ പോലെയാക്കുന്നു എന്ന് സാരം. ബുദ്ധിയുള്ള യാഥാർത്ഥ്യവാദികൾ കാലുകൾ നിലത്തുറപ്പിച്ച് ജീവിക്കുന്നു എന്ന് സാരം. ജ്ഞാനം വിവേകിയുടെ കിരീടം ആകുന്നുവെന്ന് പറയുമ്പോൾ, വിവേകി ജ്ഞാനത്തെ അണിയുന്നു എന്ന് പറയുമ്പോൾ എന്താകും അതിൻ്റെ പ്രായോഗിക തലം? പ്രായോഗികമായി ജ്ഞാനവും വിവേകവും ഒത്തുചേരുന്നിടത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിയുന്നു. വളരെ പഠിച്ചതും ചിന്തനീയവുമായ തീരുമാനങ്ങൾ ചിന്തിച്ചെടുക്കുവാൻ നമുക്കാകുന്നു. വ്യക്തമായി ബുദ്ധിയോടെ ഓരോ സാഹചര്യങ്ങളോടും പ്രതികരിപ്പാൻ അത് നമ്മെ സഹായിക്കുന്നു. സൂക്ഷ്മബുദ്ധി തൻ്റെയും അപരൻ്റെയും വികാരങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. ഒരു കായലിലൂടെ, ഒരു പുഴയിലൂടെ, ഒരു നദിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. വേലിയേറ്റത്തെക്കുറിച്ചും വേലിയിറക്കത്തെക്കുറിച്ചും അവഗാഹമായ അറിവുള്ളതുപോലെ തന്നെ ഒഴുക്കിനെക്കുറിച്ചും അടിയൊഴുക്കിനെക്കുറിച്ചും ഉള്ളൊഴുക്കിനെക്കുറിച്ചും അവർക്ക് ധാരണയുണ്ടാകും. അതാണ് സൂക്ഷ്മബുദ്ധി. ആ ധാരണ ഒഴുക്കിൽ പെട്ടുപോകാതിരിപ്പാൻ, വേലിയേറ്റത്തിൽ പതറിപ്പോകാതിരിപ്പാൻ സഹായിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. സൂക്ഷ്മബുദ്ധിയും വിവേകവും പരിജ്ഞാനവും ഒരുമിച്ച് വരുന്നിടത്താണ് നമ്മുടെ വീക്ഷണം വിശാലമാകുന്നത്, ഉൾക്കാഴ്ചകൾ അവഗാഹമാകുന്നത്. ജീവിതത്തെ വിശാലമായ വീക്ഷണ കോണുകളിലൂടെ കാണുവാൻ, വിശാലമായ ചിത്രം കണ്ട് സങ്കുചിതതയ്ക്കപ്പുറം ചിന്തിപ്പാൻ അത് നമ്മെ സഹായിക്കുന്നു. ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടുവാനും ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിരോധിക്കുവാനും വെല്ലുവിളികളുടെ മധ്യേ സഞ്ചാരപഥം കണ്ടെത്തുവാനും സൂക്ഷ്മബുദ്ധി സഹായിക്കുന്നു. ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും ഒത്തുചേരുന്നിടത്ത് ധാർമ്മികതയും തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. വിവേകം ഉള്ളിടത്ത് ബഹുമാനം, പരസ്പര വിശ്വാസം എന്നിവ ലഭ്യമാക്കുന്നു. സൂക്ഷ്മബുദ്ധിയോടെ വിവേകത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നു, മനസ്സിന് ശാന്തതയുണ്ടാകുന്നു, ജീവിതത്തിൽ തൃപ്തിയുണ്ടാകുന്നു. ഇവയുടെ വിവേകവുമായിട്ടുള്ള അവിവേച്യ ബന്ധം വർണ്ണനാതീതമാണ്. വിവേകം നമ്മെ ആജീവനാന്തം പഠിക്കുവാൻ ഉത്സുകരായി സൂക്ഷിക്കുന്നു. സംഘർഷ പരിഹാര ശ്രമങ്ങളിൽ ശ്രദ്ധയോടുകൂടി ഇടപെടുവാൻ നമ്മെ സഹായിക്കുന്നു. തലമുറകൾ കൈമാറുന്ന പൈതൃകമായി ഈ വിവേകം മാറുകയും ചെയ്യുന്നു. പരിജ്ഞാനം, ജ്ഞാനം, ഹൊക്മ എന്ന ഈ സങ്കല്പം വളരെ ആഴമായി സദൃശവാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതായി മുൻപ് തന്നെ നാം പഠിച്ചിട്ടുള്ളതാണല്ലോ. എന്നാൽ യവന സങ്കല്പത്തിൽ 4 വ്യത്യസ്തമായ പദങ്ങളാണ് ജ്ഞാനത്തെ വിവക്ഷ ചെയ്യുവാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് എപ്പിസ്റ്റമെ, ശാസ്ത്രീയമായി നിർണയിക്കാവുന്ന, ശാസ്ത്രീയമായി വർണ്ണിക്കാവുന്ന രീതിയിൽ ഒരു യാഥാർത്ഥ്യത്തെ, ഒരു സത്യത്തെ നോക്കിക്കാണുവാൻ കഴിയുന്ന ശാസ്ത്ര ഭാഗമാണത്. അത്തരത്തിലുള്ള ജ്ഞാനം ഈ വിവേകത്തിൻ്റെ ഒരംശമാണ്. രണ്ടാമത്
സോഫിയ എന്ന യവനപദം സാർവത്രിക സത്യങ്ങളെക്കുറിച്ചുള്ള ന്യായവാദത്തിൽ അധിഷ്ഠിതമായ ജ്ഞാനമാണ് സോഫിയ. മൂന്നാമത്തത് ടെക്നെ എന്ന യവനപദമാണ്. കല, കരകൗശലം, സാങ്കേതികത്വം എന്നിവയിൽ അടിസ്ഥിതമായ പരിജ്ഞാനത്തെക്കുറിച്ചാണ് അത് രേഖപ്പെടുത്തുന്നത്. നാലാമത്തത് ഫ്രൊനേസിസ് എന്ന യവനപദം. അത് ജ്ഞാനത്തിൻ്റെ വളരെ പ്രായോഗികമായ തലമാണ്. ജ്ഞാനമുള്ളവരായി, സൂക്ഷ്മബുദ്ധിയുള്ളവരായി ജീവിച്ച് കിരീടമണിയുന്ന അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ സാർവത്രിക തലങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നവരായിരിക്കണം. വിവേകത്തിൻ്റെ തൂണുകളെക്കുറിച്ചും ഒരുപക്ഷെ ജ്ഞാനി പലയാവർത്തിയായി ഓർമ്മപ്പെടുത്തിയത് ഈ സദൃശവാക്യത്തോട് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. വിവേകത്തിന് 7 തൂണുകൾ, ദ 7 പില്ലേഴ്സ് ഓഫ് വിസ്ഡം. ആ അനുഭവമാണ് സൂക്ഷ്മബുദ്ധിയുടെ അനുഭവം, പരിജ്ഞാനത്തെ കിരീടമായി അണിയിക്കുന്ന അനുഭവം. അതിൽ ഒന്നാമത്തത് ഉപദേശമാണ്. ജ്ഞാനി നൽകുന്ന ഉപദേശം, മറ്റുള്ളവർ നൽകുന്ന ഉപദേശം, ആ ഉപദേശങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം. രണ്ടാമത് ഉപദേശങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെയും നാം നേടുന്ന അറിവ്, നോളജ്, അത് ജ്ഞാനത്തിൻ്റെ രണ്ടാമത്തെ തൂണാണ്. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ തൂണ് നാം ഈ ഉപദേശവും അറിവും സംഗ്രഹിക്കുന്നത് എങ്ങനെയാണ്, മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, രൂപപ്പെടുത്തുന്ന ധാരണ എങ്ങനെയാണ്, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കൽ. നാലാമത്തേത് ഈ ഉപദേശവും ഈ അറിവും ഈ മനസ്സിലാക്കലും നമുക്ക് നൽകുന്നതായിട്ടുള്ള ശക്തി. ശക്തി എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ശക്തി മാത്രമല്ല, അത് ജ്ഞാനം നൽകുന്ന മനസ്സിൻ്റെ ശക്തി, ജ്ഞാനം നൽകുന്ന ബൗദ്ധിക ശക്തി, ജ്ഞാനം നൽകുന്ന വൈകാരിക ശക്തി, ജ്ഞാനം നൽകുന്ന സാമ്പത്തിക ശക്തി, ജ്ഞാനം നൽകുന്ന അവലോകന ശക്തി, ജ്ഞാനം നൽകുന്ന വീക്ഷണ ശക്തി, ജ്ഞാനം നൽകുന്ന ദർശന ശക്തി. ആ ശക്തിയുടെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനായിട്ട് കഴിയും. സൂക്ഷ്മ ബുദ്ധിയുള്ളവൻ ഈ വിവേകത്തെ, ഈ പരിജ്ഞാനത്തെ ധരിച്ചുകൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഈ ശക്തി നമുക്ക് നൽകുന്ന അടുത്ത തലമാണ് അതോറിറ്റി, അധികാരം എന്ന് നമുക്ക് ഒരുപക്ഷെ വിവർത്തനം ചെയ്യപ്പെടാവുന്ന ഒരു പദം. ഈ അധികാരം നാം ഇന്ന് മനസ്സിലാക്കുന്നത് പോലെ തെറ്റായ തലത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഒന്നല്ല. അപരനെ സഹായിക്കാൻ, അപരൻ്റെ കണ്ണുനീരൊപ്പുവാൻ, അപരൻ്റെ നന്മയ്ക്കായി തീരുമാനങ്ങൾ എടുക്കുവാൻ അധികാരത്തിൻ്റെ ആ നല്ല അംശത്തെ അത് സൂചിപ്പിക്കുന്നു. ആ അനുഭവങ്ങളിൽ ആറാമത്തേത് സമ്പാദ്യമാണ്. സമ്പാദ്യം എപ്പോഴും പണം തന്നെയാകണമെന്നില്ല. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ അയാളിൽ നിന്ന് ആർക്കും ഒരിക്കലും അപഹരിച്ചു കൊണ്ടുപോകാൻ ആകാത്ത യാഥാർത്ഥ്യങ്ങളാണ്. ആ സമ്പാദ്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ യശസ്സായിരിക്കാം, പ്രശസ്തിയായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പഠനമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രാവീണ്യമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ തൊഴിൽ നൈപുണ്യമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം സ്നേഹമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കൂട്ടുകാരായിരിക്കാം. സൂക്ഷ്മബുദ്ധിയുള്ളവർക്ക് ലഭിക്കുന്ന മറ്റൊരു തൂണാണത്. അതിൻ്റെ ഒടുവിലാണ് ബഹുമാനം, ഓണർ, ആദരവ്. സൂക്ഷ്മബുദ്ധി ഉള്ളയാൾ, വിവേകം ഉള്ളയാൾ പരിജ്ഞാനത്തെ അണിയുന്നു എന്ന് പറയുമ്പോൾ ഈ 7 തൂണുകളിൽ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അത്തരത്തിൽ രൂപപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ ജ്ഞാനം, പരിജ്ഞാനം കിരീടമായി വന്നണിയുന്നു എന്ന്
വിവക്ഷ ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയരെ, സദൃശവാക്യത്തിൻ്റെ ആരംഭം മുതൽ വളരെ വ്യക്തമായ ഒരു താരതമ്യ പഠനമാണ് സൂക്ഷ്മബുദ്ധിയും അല്പബുദ്ധിയും തമ്മിലുള്ള താരതമ്യ പഠനം. സൂക്ഷ്മബുദ്ധി പരിജ്ഞാനത്തിൻ്റെ വഴി സ്വീകരിക്കുമ്പോൾ അല്പബുദ്ധി ഭോഷത്വത്തിൻ്റെ വഴി സ്വീകരിക്കുന്നു. സൂക്ഷ്മബുദ്ധി വിനയത്തിൻ്റെ മാർഗം സ്വീകരിക്കുമ്പോൾ അല്പബുദ്ധി അഹംഭാവം കാണിച്ച് മേനി നടിക്കുന്നു. സൂക്ഷ്മബുദ്ധി പാപത്തെ വെറുക്കുകയും ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ അല്പബുദ്ധി തിന്മയെയും പാപത്തെയും ഗണ്യമാക്കാതെ അറിഞ്ഞുകൊണ്ട് തന്നെ അപകടത്തിലേക്ക് നടന്നു ചെല്ലുന്നു. സൂക്ഷ്മബുദ്ധി വളരെ ചിന്തിച്ച് മാത്രം ഓരോ തീരുമാനവും ധാർമ്മികവും നൈതികവുമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടെടുക്കുമ്പോൾ അല്പബുദ്ധി എടുത്തുചാട്ടത്തിലൂടെ ഭോഷത്വം പ്രവർത്തിക്കുന്നു. സൂക്ഷ്മബുദ്ധി ദൈവാശ്രയത്തോടെ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോൾ അല്പബുദ്ധിയാകട്ടെ മുഖപ്പട്ടയണിഞ്ഞ് യാത്ര ചെയ്യുന്ന കുതിരയെപ്പോലെ ഇരുവശങ്ങളിലുമുള്ള അപകടങ്ങൾ കാണാതെ യാത്ര ചെയ്യുന്നു. കാണേണ്ടത് കാണുന്നു സൂക്ഷ്മബുദ്ധി, കാണേണ്ടത് കാണാതിരിക്കുന്നു അല്പബുദ്ധി. കേൾക്കേണ്ടത് കേൾക്കുന്നു സൂക്ഷ്മബുദ്ധി, കേൾക്കേണ്ടത് കേൾക്കാതിരിക്കുന്നു അല്ലെങ്കിൽ കേൾക്കാത്തതായി നടിക്കുന്നു അല്പബുദ്ധി. ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കുന്നു സൂക്ഷ്മബുദ്ധി, ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാതിരിക്കുന്നു അല്പബുദ്ധി. പ്രിയരെ, ഈ സദൃശവാക്യത്തിൻ്റെ വ്യാഖ്യാനം ഇനിയും തുടർന്നു കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും. അത്ര അവഗാഹമാണത്. സദൃശവാക്യങ്ങൾ 14 അധ്യായം അതിൻ്റെ 18 വാക്യം. അല്പബുദ്ധികൾ ഭോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു, സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു. ഈ സദൃശവാക്യത്തിൻ്റെ ഇതിലും ആഴമേറിയ അർത്ഥങ്ങൾ ഗ്രഹിപ്പാൻ, അതിൻ പ്രകാരം അല്പബുദ്ധിയുടെ അനുഭവങ്ങൾ ഉപേക്ഷിച്ച് സൂക്ഷ്മബുദ്ധിയോട് ജീവിപ്പാൻ, ഭോഷത്വം അവകാശമാക്കുന്നവരായിട്ടല്ല പരിജ്ഞാനം കിരീടമായി അണിയുന്നവരായി ജീവിപ്പാൻ ജീവിക്കുന്ന ദൈവം എനിക്കും നിങ്ങൾക്കും തൻ്റെ കൃപയാൽ സഹായം നൽകുമാറാകട്ടെ. ആമേൻ.